ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പച്ചരിയൊക്കെ ഉണ്ടാവില്ല, എപ്പോഴും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് പച്ചരി. അപ്പോൾ നമുക്ക് പച്ചരിയും അതേപോലെ തന്നെ പുട്ടുകുറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ കടിയൊക്കെ ഇനി ചായക്കടിയൊക്കെ ഇനി ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടുണ്ടാക്കാനായിട്ട് രണ്ട് മെത്തേഡല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കാറ്. ഒന്നെങ്കിൽ പുട്ടുപൊടി മേടിച്ചെങ്ങാണ്ട് പുട്ടുണ്ടാക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വാട്ടി അടിച്ച് പുട്ടുണ്ടാക്കും. ഈ ഒരു രണ്ട് മെത്തേഡല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കാറ്. ഇത് രണ്ടും ഇല്ലാതെ തന്നെ പച്ചരിയും പുട്ടുകുറ്റിയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കും പോലെ തന്നെ കഴിക്കാനോ ടേസ്റ്റ് വ്യത്യാസമോ അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ്സിന് കുറവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടൈപ്പ് പച്ചരിയാണ്. ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമല്ലോ, ചായക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് മേടിക്കൂലേ, ആ സെയിം പച്ചരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് അളന്നൊന്നല്ല കേട്ടോ എടുത്തേക്കുന്നത്, കുറച്ച് പച്ചരി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എത്രയാണോ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പുട്ടുകുറ്റിയിൽ നമ്മൾ ഒരു കുറ്റി നിറച്ച് പച്ചരി ഇട്ട് നമ്മൾ ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 3 കഷ്ണം ചിരട്ടപ്പുട്ടാണെന്നുണ്ടെങ്കിൽ 3 കഷ്ണം പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ എത്രയാണോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് അളവ് നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് അളവ് അറിയില്ല. ഞാൻ ഇതിൻ്റെ മുമ്പ് വേറൊരു ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, സമീഷ് കറി വേൾഡ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് എനിക്ക് അന്നേരം കിട്ടിയത്. പിന്നെ ചെറുതായിട്ട് ഇച്ചിരി തരി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റവ വെച്ച് പുട്ടുണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോയി. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ട്രൈ ആയിരുന്നു. ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു പുട്ടുകുറ്റിയിൽ 1.5 പുട്ടുകുറ്റി ആണ് കേട്ടോ പച്ചരി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് എത്രത്തോളം ഉണ്ടെന്ന് അളന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരു കുറ്റി നിറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 1.5 പുട്ടുകുറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് മതിയാകും. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ എടുക്കുന്നത്, നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ അംഗത്വം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പച്ചരി ഉണ്ടല്ലോ, നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ അതേ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കുറ്റിയിലേക്ക് ഇത് വാരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് ആവി കയറ്റിയെടുക്കണം. വെള്ളത്തിലിട്ട് കുതിർക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. കുതിരാനായിട്ട് വെക്കുകയോ അതല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പച്ചരി എടുക്കുക, അത് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ട് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളമൊക്കെയാണ് ഞാൻ നിറച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പച്ചരി ഇത് പകുതി ഞാൻ പുട്ടുകുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പച്ചരിയും അതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതേ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം തിളച്ച് കിട്ടുന്ന അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ കുക്കറിൽ ഞാൻ വെച്ചിട്ടുള്ള വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് അതിൽ നിന്ന് ആവി കയറി വന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. നമുക്ക് പച്ചരി വേവിക്കാനൊന്നും ഇല്ലതല്ല കേട്ടോ. ചെറിയൊരു ചൂട് തട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ചൂട് കയറി വരും. ആവി വന്നാൽ ഉടനെ തന്നെ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിൽ ആവി വരട്ടെ, അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചരി ആവി കയറ്റാനായിട്ട് വെച്ച പച്ചരിക്കകത്ത് നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കുത്തിയെടുത്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് കുത്തിയെടുക്കണ ഒരു കമ്പി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റിൽ കുറച്ച് വോയിസിൽ കുത്തണം. കാരണം നമ്മൾ പച്ചരി ഇടുന്ന സമയത്ത് നമ്മുടെ പച്ചരി കുറച്ചും കൂടെ ഫില്ലായിട്ട് കിടക്കും. അത് കുറച്ച് ആവി കയറി ചൂടായിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് വെന്ത പോലെ ആയി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കിടന്നങ്ങാണ്ട് കുറച്ച് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വോയിസിലൊന്ന് കുത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മളെ പുട്ട് പുറത്തേക്ക് വരും പോലെ തന്നെ ശരിക്കും നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ച ഈ പച്ചരി ഉണ്ടോ പുട്ട് വരും പോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ആ തുടക്കം മാത്രം കുറച്ച് വോയിസിലൊന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അതും നമുക്ക് ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുന്ന ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചരിയും കൂടി ആവി കയറ്റി എടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇതവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഈ ഒരു സമയം തന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു പച്ചരി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് പുട്ട് ആവി കയറ്റി എടുത്തപ്പോഴത്തേക്കും ഇത് ആദ്യത്തെ ട്രിപ്പ് ശരിക്കും ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് തട്ടിയ സമയത്ത് പച്ചരിക്ക് ചെറിയൊരു കട്ട പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈ വെച്ചും കണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തണുത്ത് കിട്ടുമൊന്നും വേണ്ട, ആ വലിയ ചൂടങ്ങ് മാറിപ്പോയാൽ മതി കേട്ടോ. ചെറിയൊരു ചൂടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പച്ചരി മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ പുട്ടുപൊടിയൊക്കെ മേടിക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയാണല്ലോ നമുക്ക് പുട്ടുപൊടി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പുട്ടുപൊടിക്ക് പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറിൽ നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് തുടച്ച് കളഞ്ഞ് ഉണക്കി എടുത്തിട്ട് വേണം നമുക്ക് പച്ചരി ഇട്ടുകൊണ്ട് ഒന്ന് പൊടിച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യം ആവി കയറ്റിയെടുത്ത ഒരു പച്ചരി ഉണ്ടല്ലോ, അത് ഞാൻ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റ ട്രിപ്പിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ മിക്സി, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളമാണോ എന്നും പൊടിക്കുന്നത് അതേപോലെയൊക്കെ നമുക്ക് പൊടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നിറച്ച് വെച്ച് പൊടിച്ചെടുക്കരുത്, ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചെറിയൊരു തരിയോട് കൂടി തന്നെ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു ചെറിയ തരിയോട് കൂടിയായിരിക്കും നമ്മൾ പുട്ടുപൊടിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്നാണെങ്കിലും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വേണം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്ന ഈ പച്ചരി ഉണ്ടല്ലോ, 2 ട്രിപ്പായിട്ട് ഞാനത് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുട്ടുപൊടി കടയിൽ നിന്ന് മേടിച്ച് അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുട്ടുപൊടി മേടിച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ചേർത്തെങ്ങാണ്ട് ഒന്ന് നനച്ച് വയ്ക്കുമല്ലോ, ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ശരിക്കും നോർമലായിട്ടുള്ള പച്ചവെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ച് 10 മിനിറ്റോളം 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ ഈ പുട്ടുപൊടിയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തെങ്ങാണ്ട് ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് നനച്ചെടുത്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ പൊടിച്ച പച്ചരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ പുട്ടുപൊടിയുടെ ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അജ്മയുടെ കമ്പനി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെടുക്കുന്ന പൊടിയുടെ ഒപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലും നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തെങ്ങാണ്ട് കുഴച്ചെടുക്കേണ്ട ഒരു ഇതായിരിക്കും കേട്ടോ അജ്മയുടെ പുട്ടുപൊടിക്കൊക്കെ. ഇതിപ്പോൾ കണ്ടോ പാകത്തിന് നമ്മളിപ്പോൾ പുട്ട് ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റൗ കത്തിച്ചെങ്ങാണ്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് 3ഉം കൂടെ ഞാൻ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഞാൻ കടലക്കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പുട്ടിന് വേണ്ട കടലക്കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് പെട്ടെന്ന് നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറായിട്ട് മൂടി വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെങ്ങാണ്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മസാലപ്പൊടി അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത്ര നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടലയാണ് കേട്ടോ. ഇതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കുക്കർ മൂടി വെച്ചെങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. കടല വേവിക്കാനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ കടല വെന്ത് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 4 വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി, അതിൻ്റെ പ്രഷറൊക്കെ പോയി, ഞാനത് മൂടി തുറന്നെടുത്തു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലയും അതുപോലെ തന്നെ കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം അതേ സ്റ്റൗ കത്തിച്ച് ഞാനൊരു ചെറിയ ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരുന്നത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടല വേവിച്ച സമയത്ത് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നിഞ്ഞ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കളയുന്നു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കടലയൊക്കെ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു കറി ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെടുത്ത് അതിന് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ചുടുവെള്ളത്തിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. 1-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള പാൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ വെച്ചൊരു 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറി തന്നെയാണ് കേട്ടോ.
ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ, അത് കണ്ടോ, ഇതിലൊട്ടും വെള്ളമില്ലാതെ നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് നമ്മുടെ പുട്ടുപൊടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ട് ആവി കയറ്റി എടുക്കാനായിട്ട് ഇതേ കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ പുട്ടുപൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ ദേ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ പുട്ട് വെന്ത് കിട്ടിയിട്ടോ. ഇനി നമുക്കതൊന്ന് കുത്തിയെടുക്കാം. നല്ല ഒട്ടും പൊട്ടാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയണത്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പുട്ടുപൊടി മേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പച്ചരി ഒന്നും വെച്ചങ്ങാണ്ട് നമുക്ക് പുട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്കൊരു പുട്ട് വെറൈറ്റി ആവാം. ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കടലക്കറിയുടെ കാര്യം പറയുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കടലക്കറി തന്നെയാണ്. നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ കൂടെ മാത്രമായിട്ടല്ല, പക്ഷേ പുട്ടും കടലയും അത് നമുക്ക് ഫേവറേറ്റ് ആണല്ലോ. ഒരു ഭയങ്കര കോമ്പിനേഷൻ തന്നെയാണ് പുട്ടും കടലയും. അപ്പോൾ ആ കടലക്കറി നമുക്ക് പുട്ടിൻ്റെ കൂടെ മാത്രമായിട്ടല്ല, ചപ്പാത്തീൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരീൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല നല്ല തിക്കായിട്ടുള്ളൊരു കടലക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. സാധാരണ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സെയിം പുട്ടിന് പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പുട്ടും കിട്ടിയിട്ടുള്ളത്. കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലൊക്കെ പുട്ടുപൊടി ഇല്ലെങ്കിലും നമുക്ക് പുട്ട് സോഫ്റ്റായിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. നല്ല നമ്മൾ പിടിക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ചൂടുള്ള കാരണം പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.